Hi, welcome to D-Chef Foodies Cooking Recipes. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് എങ്ങനെയാണ് ഗ്രീൻ ടീ തയ്യാറാക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ ലെമൺ ഗ്രീൻ ടീ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഗ്രീൻ ടീയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ ടീ കുടിക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെയാണ് അത് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും വരുത്തും. ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നതെന്ന് മുന്നേ പറയാറുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയണില്ല, കാരണം ആകെ 4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഞാനപ്പോൾ നേരെ തന്നെ ഗ്രീൻ ടീ തയ്യാറാക്കാൻ പോവാണ്. ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, ഇത് ചൂടാക്കാം. ഞാനിവിടെ ആദ്യം തയ്യാറാക്കുന്നത് ഗ്രീൻ ടീ ആണ്. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ മൂന്നാർ പോയപ്പോൾ റിപ്പിളിൻ്റെ ടീ ഫാക്ടറിയിൽ പോയത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മേടിച്ചതാണ് ഹോൾ ലീഫ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ലീഫ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് പലതരത്തിൽ കിട്ടും. ചിലപ്പോൾ നല്ലപോലെ ലീഫായിട്ട് തന്നെ കിട്ടും, പൊടിയായിട്ടൊക്കെ കിട്ടും. ഇനി ഒരു അല്പനേരം കൂടെ ഒന്ന് ഇത് തിളച്ച് ഇതിൻ്റെ കളറൊന്ന് ഇതിലേക്ക് ആയാൽ മതി. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് ആ ചൂടിൽ അലിഞ്ഞൊന്ന് ചേർന്നാൽ മതി. ചൂടിലൊന്ന് വാടിക്കഴിയുമ്പോൾ ഇലകളൊക്കെ താഴെ വന്ന് വീഴും. ഇനി നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുക്കണമെന്നില്ല, ഇങ്ങനെ ഊറ്റിയെടുക്കാനും പറ്റും. ഗ്രീൻ ടീ തയ്യാറാക്കുമ്പോൾ മാക്സിമം പഞ്ചസാര ഉപയോഗിക്കാണ്ട് തേൻ പോലെയുള്ളത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ആരോഗ്യത്തിന് നല്ലത്. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ഗ്രീൻ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ലെമൺ ഗ്രീൻ ടീ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. അവസാനത്തിൽ ഞാൻ എന്തൊക്കെയാണ് ഗ്രീൻ ടീ കുടിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്നും കൂടെ പറയാം. ലെമൺ ഗ്രീൻ ടീ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം തന്നെ എടുക്കുകയാണ്. ഇനി നേരത്തെ പോലെ തന്നെ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്രീൻ ടീ ചേർത്ത് കൊടുക്കാം. വെള്ളപ്പം ചൂടായി വരുന്നുണ്ട്. ഞാൻ നമ്മുടെ ലീഫ് ചേർക്കുകയാണ്. അങ്ങനെ ഗ്രീൻ ടീയുടെ ലീവ്സ് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടായിട്ട് അതൊക്കെ ഒന്ന് അലിഞ്ഞ് ചേരുമ്പോൾ നമുക്ക് നിർത്താം. ആ ഇലയുടെ കളറും അതേപോലെ തന്നെ ഇല നല്ലപോലെ വാടി അതിൽ ചേരണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് കളർ കിട്ടുള്ളൂ. ഒരുപാട് കളറൊന്നും ഉണ്ടാവില്ല. മൂന്നാറിൽ ഞങ്ങൾ പോയ വീഡിയോ കണ്ടില്ലേ, അതിൽ ആ ടീ ഫാക്ടറിയുടെ ഉള്ളിൽ അവർ വീഡിയോ അലൗ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഫോട്ടോസ് മാത്രം ഇട്ടത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തെന്ന ആൾ പറഞ്ഞത് നമ്മൾ ലീഫായിട്ട് ഉപയോഗിക്കും തോറും കളറ് കുറയും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ലെമൺ പിഴിഞ്ഞ് ചേർക്കാം. ഞാനൊരു പകുതി ലെമണാണ് എടുത്തിരിക്കുന്നത്. ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഒരു ഗ്ലാസ്സിലോട്ട് പകർത്താം. അങ്ങനെ ഞാൻ അടുത്ത ഗ്ലാസ്സിലോട്ട് തേൻ ചേർക്കുകയാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ തേൻ ചേർക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ ടീയും ലെമൺ ഗ്രീൻ ടീയും റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഈ ഗ്രീൻ ടീ കുടിച്ചാൽ നമുക്ക് കിട്ടുകയെന്ന് ഞാൻ ഷോർട്ടാക്കിയിട്ടൊന്ന് പറയാം. ഗ്രീൻ ടീ കുടിക്കുന്നത് വഴി നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അതിലൊരു കാര്യമാണ് ഇതിലെ ഘടകങ്ങൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനെ ബൂസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ മറവി രോഗത്തിലേക്ക് ഇത് നയിക്കാതിരിക്കും. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മുടെ ഫിസിക്കൽ പെർഫോമൻസ് നല്ലപോലെ കൂട്ടും. അതിനൊരു റീസൺ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു ചേർന്നിട്ടുള്ള ഫാറ്റിനെ ബേൺ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒബസിറ്റി, അതായത് അമിതവണ്ണം പോലുള്ള അവസ്ഥയിലേക്ക് പോവാണ്ട് നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കും. അതേപോലെ തന്നെ ഗ്രീൻ ടീ ക്യാൻസറിനെ ചെറുത്തു നിൽക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഡെൻ്റൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് ഒരു ഫിറ്റ്നസ് കൊടുക്കാനും അതേപോലെ തന്നെ നല്ല പ്രസരിപ്പോടെ ഇരിക്കാനും ഗ്രീൻ ടീ സഹായിക്കുന്നതാണ് പറയുന്നത്. വേറൊരു കാര്യമുള്ളത്, ഒരുപാട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും ഹെൽത്തിന് പ്രശ്നമാണെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ചെറിയ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക. Thanks for watching. Bye from D-Chef Foodies Cooking Recipes. Thank you.